നിർധനരായ ഡയാലിസിസിന് വിധേയരാകുന്ന വ്യക്തികൾക്ക് വേണ്ടി സൗജന്യ ഗതാഗത സൗകര്യമൊരുക്കി റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡ്. ആംബുലൻസ് സർവീസ് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഈ ആക്സിഡന്റ് അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ റോട്ടറി ക്ലബ്ബ് ഈ ആംബുലൻസ് സർവീസ് ഇന്ന് ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട MLA ടോണി ചമ്മിണിയാണ് ഇന്നത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് ഗവർണർ ഇന്ന് എത്തിയിട്ടില്ല. എന്നാലും ഡിസ്ട്രിക്ട് ഗവർണറുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഈ ആംബുലൻസ് സർവീസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിലേക്ക് എല്ലാവരെയും ഇന്ന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ അവർക്ക് വേണ്ട 2000 രൂപയിൽ കവിയാത്ത മരുന്നുകളും പ്രതിമാസം നൽകുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച KA ജോളി അറിയിച്ചു. കിഡ്നി പേഷ്യന്റിന് ഒരു 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം പരിപൂർണമായിട്ട് ഫ്രീ ആയിട്ടുള്ള രീതിയിൽ അവരെ ഡയാലിസിസ് ചെയ്ത് തിരിച്ച് കിഡ്നി ഉണ്ടാക്കുന്ന രീതിയിലും അതുപോലെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന രീതിയിലുമാണ് ആംബുലൻസ് സർവീസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 50 പേർക്ക് ഓരോ മാസവും 2000 രൂപ വെച്ച് മരുന്ന് വിതരണം ചെയ്യുക. അതായത് ഒരു മാസം 1 ലക്ഷം രൂപ, എല്ലാ മാസവും 2000 രൂപ മരുന്ന് വിതരണം ചെയ്യുക. അത് ഞങ്ങൾ തീരുമാനിച്ചു. കൂടാതെ ബഹുമാനപ്പെട്ട MLA നിർദ്ദേശപ്രകാരം പാലിയേറ്റീവ് കെയർ സന്ദർശിച്ച് പാലിയേറ്റീവ് കെയറിൽ അഡ്ജസ്റ്റബിൾ ടേബിൾ, അതുപോലെ തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, പിന്നെ വീൽ ചെയർ, അങ്ങനെയുള്ള ഒരുപാട് പോരായ്മകളുണ്ട്. അത് ഞങ്ങളെല്ലാം സന്ദർശിച്ച് അതിനെല്ലാം ഓർഡർ കൊടുത്തു കഴിഞ്ഞു. അടുത്ത പ്രൊജക്ട് അതാണ് നാലുപുറം കമ്മ്യൂണിറ്റി സെന്ററിലും അതുപോലെ തന്നെ ഇല്ലത്ത് പഠിക്കലിൽ കമ്മ്യൂണിറ്റി സെന്ററിലും ഇത് 2 സ്ഥലത്തും അത് കൊടുക്കാനുള്ള എല്ലാ തീരുമാനവും എടുത്ത് അതിനുള്ള ഓർഡർ കൊടുത്ത് അടുത്ത പ്രൊജക്ട് അതായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുന്നുണ്ടെങ്കിലും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. കാരണം ഞാൻ എൻ്റെ ഒരു പ്ലാന് പണിയണമെന്ന് വിചാരിച്ച് തൂത്തുക്കുടിയിൽ പ്ലാൻ പണിയണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ABCD അറിയാൻ വേണ്ടാത്താണ് ഒരു പ്ലാൻ പണിയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വിഷ്വൽ പ്ലാൻ എന്നെല്ലാവരും വെല്ലുവിളിച്ച് പിന്നെ പ്ലാൻ ഉണ്ടാക്കാൻ പോകുന്നു എനിക്കൊന്നും അറിയാൻ അവസ്ഥയിലാണ്. പക്ഷേ ഇന്നും എന്റെ പേരിലാണ് റെക്കോർഡ് കിടക്കുന്നത്. 7ാമത്തെ മാസം ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് പൂർത്തിയാക്കി പ്രൊഡക്ഷൻ എടുത്തു. ആംബിയൻസ് ഓഫ് പീസ് ട്രൂ ആംബുലൻസ് സർവീസ് എന്ന റോട്ടറി ക്ലബിന്റെ ഈ മഹത്തായ പദ്ധതിക്ക് MLA ടോണി ചമ്മിണി ഫ്ലാഗ് ഓഫ് നടത്തി. ആർക്കും മാതൃകയാക്കാവുന്ന ഒരു പദ്ധതിക്കാണ് ഇന്ന് റോട്ടറി ക്ലബ് വൈപ്പിൻ ആരംഭിക്കുന്നത്. എനിക്കേറെ ബഹുമാനവും സ്നേഹവുമുണ്ട്. റോട്ടറി ക്ലബ് വൈപ്പിന്റെ പ്രസിഡന്റ് ശ്രീ KA ജോളി, ഞാൻ സ്നേഹപൂർവ്വം ജോളിച്ചേട്ടനെ വിളിക്കുന്ന പ്രിയപ്പെട്ട ജോളിച്ചേട്ടന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ ശകലം മാത്രമാണ് നിങ്ങൾ കേട്ടത്. വളരെ ചെറിയൊരു ശകലം മാത്രം. അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹം അവരോട് പറയാറുണ്ട്. റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ ഒരു പൊതുചടങ്ങെന്ന നിലയിൽ അല്ലെങ്കിൽ ക്ലബിന്റെ ചടങ്ങെന്ന നിലയിലാണ് ഈ യോഗം. ഇതല്ലാതെയും ധാരാളം കാര്യങ്ങൾ. റോട്ടറി ക്ലബ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും സ്വീകാര്യതയുള്ള വിശ്വാസ്യതയുള്ള ഒരു സന്നദ്ധ സംഘടന. ഞാൻ കൊച്ചി മേയറായിരിക്കുമ്പോൾ റോട്ടറി ക്ലബുമായി ചേർന്ന് നിരവധിയായ പദ്ധതികൾ കൊച്ചി നഗരത്തിൽ ചെയ്യാൻ സാധിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തെടുക്കുകയാണ്. റോട്ടറി ക്ലബാണ് കൊച്ചി കോർപ്പറേഷന്റെ ദീപൂരത്തെ ശ്മശാനം ഏതാണ്ട് 70 ലക്ഷം രൂപ മുടക്കി നവീകരിച്ച ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ധാരാളം നഗരവും നഗരപ്രാന്തത്തിലുള്ള സമൂഹത്തിൽ ഏറ്റവും സഹായകരായ ആളുകൾക്ക് സഹായ ഹസ്തവുമായി ക്ലബിന്റെ പ്രവർത്തനങ്ങൾ കാണാം. അത് ആരോഗ്യ മേഖലയിലുണ്ട്, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ട്, നിരവധി മേഖലകളുണ്ട്. ആ നിലയിൽ കേരളീയ സമൂഹം ഏറ്റവും അധികം അംഗീകരിച്ച റോട്ടറി ക്ലബിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് നല്ല പ്രവർത്തികൾ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെക്കാൾ ഏറെ സന്തോഷിക്കുന്നത് ജനപ്രതിനിധി സദസ്യങ്ങളാണ്. ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോസ് ചാക്കോ, സെക്രട്ടറി അഡ്വക്കേറ്റ് VP സാബു, സതീഷ് വാര്യർ, S വേണുഗോപാൽ, KA ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. ACV ന്യൂസ് വൈപ്പിൻ.